ഹായ് ഫ്രണ്ട്സ്, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റ്. ഇതുവരെയും മുനമ്പം പ്രശ്നത്തെ മുൻനിർത്തി ഒരു BJP അനുകൂല തരംഗം രൂപവൽക്കരിക്കപ്പെടുകയായിരുന്നു. അതായത് ആ മുനമ്പം പ്രശ്നത്തിൽ വഖഫ് ബോർഡും മുസ്ലിങ്ങളും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും അതുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം BJPക്ക് വോട്ട് ചെയ്യുമെന്നും അങ്ങനെ ബോധപൂർവം ഒരു പ്രചരണം BJP നടത്തുകയുണ്ടായി. അത് ഒരു പരിധി വരെ വിജയമായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ കഥ മാറി. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു വയനാട് ഒരു ദേശീയ ദുരന്തമേ പ്രഖ്യാപിക്കാനാവുകയില്ല. അതോടെ കഥ മാറുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേശീയ ദുരന്തമാണോ പ്രാദേശിക ദുരന്തമാണോ എന്നുള്ളതല്ല വിഷയം. വയനാട് ദുരന്തത്തിൽപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മിക്കുവാൻ ആവശ്യമായ ധനസഹായം ലഭിച്ചോ എന്നുള്ളതാണ്. അത് ലഭിച്ചില്ല. അതോടുകൂടി വയനാടിന്റെ പേരിൽ എല്ലാവരും മറുപടി കൂട്ടാൻ തുടങ്ങി. ആ മുഖ്യമന്ത്രി പറയുന്നു നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ, ഇന്ത്യക്കാരല്ലേ? അങ്ങനെ UDF LDF ആ പ്രശ്നം ഏറ്റെടുക്കുകയാണ്. ഇതോടുകൂടി വയനാടിന്റെ പേരിൽ ഒരു കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു വികാരം ഉയർന്നു വരുന്നുണ്ട്. വയനാടിനെ മുൻനിർത്തി അത് തീർച്ചയായും BJPയെ ദോഷകരമായി തന്നെ ബാധിക്കും. നമുക്കറിയാം BJP എന്ന് പറയുന്നത് പാലക്കാട് അവഗണിക്കാനാവാത്ത ശക്തിയാണ്. മുൻപ് പലപ്പോഴും 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളതുമാണ്. ഒരുപക്ഷേ മുനമ്പം പ്രശ്നം ശക്തമായി വന്നാൽ 1ാം സ്ഥാനത്ത് പോലും വരാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയുള്ള BJPക്കെതിരെ ഇങ്ങനെയൊരു പ്രചാരണം തീർച്ചയായും BJPക്ക് നല്ല വാർത്തയല്ല. ഏതാണ്ട് UDFും LDFും ശക്തമായി തന്നെ വയനാടിനെ മുൻനിർത്തി ഒരു കേന്ദ്ര അവഗണന എന്ന ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഒരിക്കൽ കൂടി. അന്തിമഫലം എന്തായി തീരുമെന്ന് കത്തിരുന്ന് കാണാം.